നടൻ ടിനി ടോമിനെതിരെ ആഞ്ഞടിച്ച് അമ്മ മുൻ ജോയിന്റ് സെക്രട്ടറി അൻസിബ ഹസൻ അമ്മയിൽ നിന്ന് രാജിവെക്കാൻ കാരണം ടിനി ടോം തന്നെ ജിഹാദി എന്ന് വിളിക്കുകയും അവിഹിത കഥകൾ സൃഷ്ടിക്കുകയും ചെയ്തതിനാലാണ് എന്ന് അൻസിബ പറഞ്ഞു. അൻസിബയുടെ ആരോപണങ്ങൾ ടിനി ടോം നിഷേധിച്ചു. എന്റെ പൊന്നു ദൈവമേ, എന്തൊക്കെയാ ഈ കാണുന്നത്? ഇന്ന് രാവിലെ അൻസിബ നമ്മുടെ റിപ്പോർട്ട് ചാനലിൽ വന്നൊരു കാര്യം പറഞ്ഞു. ഒന്ന് കേട്ട് നോക്കിയാലോ? അപ്പോഴേക്കും ഈ നമ്മുടെ EC ഗ്രൂപ്പിൽ ടിനി ടോം ഉൾപ്പെടെ കുറച്ച് അംഗങ്ങൾ ഭയങ്കര പ്രശ്നം, സെക്രട്ടറിയെ ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നു. ഈ പറയുന്നവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അമ്മയിൽ എപ്പോഴും സ്പോൺസേഴ്സ് കുറെ ഉണ്ടല്ലോ. അപ്പൊ അവർക്ക് ഒരു കാറ്ററിംഗ്, അവര് വിചാരിച്ചൊരു കാറ്ററിംഗ് ടീമുണ്ട്. ആ ടീമിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നെങ്കിൽ അവർക്ക് പ്രശ്നമില്ലായിരുന്നു. സെക്രട്ടറി വേറെ കാറ്ററിംഗ് ടീമിനെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചത്. അപ്പോൾ കുറേ ഒരു സ്ത്രീയായിട്ട് ഇങ്ങനെ ഹരാസ് ആണ്, അതായത് ജനറൽ സെക്രട്ടറിയെ മാത്രം ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ 2-3 ദിവസം ഇതിങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പോയിട്ട് മെസ്സേജ് ഇട്ടു, നിങ്ങൾക്ക് നാണല്ലേ ഒരു സ്ത്രീനെ എങ്ങനെ പരിഹസിക്കാനും ഇങ്ങനെ ഹരാസ് ചെയ്യാനും? ഒരു ഗ്രൂപ്പിൽ വന്നിട്ട് 10-17 പേരുള്ള ഒരു ഗ്രൂപ്പ്. ഇനി നമ്മുടെ ടിനി ടോം പറഞ്ഞ കാര്യം ഒന്ന് കേട്ടാലോ? ഇന്നലെ നമ്മൾ എക്സിബിഷനിസ്റ്റും അല്ല, ഞാൻ പ്രവർത്തിക്കുന്നവരാണ്. അപ്പൊ പ്രവർത്തിക്കുന്നവരെ എന്തോ തകർക്കാനുള്ള ഒരു ഗൂഢാലോചന നടത്തുന്നത് അത് വേറെ ആരോ പുള്ളിക്കാരത്ത് പറഞ്ഞു കൊടുത്തു. അത് അങ്ങനെ പറയരുതല്ലോ, നേരിട്ട് കേട്ടാലേ പറയാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അതോറിറ്റീസിനെ ഏൽപ്പിക്കണം. നമുക്കിവിടെ ഒരു നിയമ ഇതുണ്ടല്ലോ, അത് പോലീസ് സ്റ്റേഷനുണ്ട്, അവിടെ കൊണ്ടേ കൊടുക്കും. ഇങ്ങനെ പറഞ്ഞു കേട്ടല്ലോ. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇവരിൽ ആരിലാണ് ന്യായം? ഒന്ന് കമന്റ് പറയണേ. ഇതൊക്കെ കഴിഞ്ഞു അപ്പോഴാണ് നമ്മുടെ നീന കുറുപ്പിന്റെ ഒരു വോയിസ് ടിനി ടോമിനെ കുറിച്ചാ. അതൊന്ന് കേട്ടാലോ? ഇത്രേ പറഞ്ഞുള്ളൂ. അൻസിബ സത്യം ഉള്ളൊരു കുട്ടിയാണ്. ഞാൻ അൻസിബയെ കാണുന്നത് സത്യമുള്ള ഒരു കുട്ടിയായിട്ടാണ്. അൻസിബ പറയുന്നത് സത്യമായിരിക്കും. ഞാനൊരു പരാതി അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട്. യെസ്, കറക്റ്റ്. അത് മുമ്പേ കൊടുത്തിട്ടുണ്ട്, കുറച്ച് ദിവസം മുമ്പേ കൊടുത്തിട്ടുണ്ട്. കേട്ടല്ലോ. ഇതൊക്കെ കണ്ടപ്പോഴേ ഇവരുടെ സംഘടനയുടെ കുഴപ്പമാണോ അതോ ഇതിന്റെ ഭാരവാഹികളുടെ കുഴപ്പമാണോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ ഒരു ഗ്രൂപ്പ് മാറ്റിയിട്ട് പുതിയ ആൾക്കാർ വരണോ അതോ നമ്മുടെ പഴയ ലാലേട്ടന്റെ ടീം വരണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പിന്നെ ടിനി ടോമിനെ തന്നെ സഹിക്കാൻ വയ്യാതിരിക്കുമ്പോഴാണ് ടിനി ടോമിന്റെ മോന്റെ ഒരു ഡയലോഗ്. അതൊന്ന് കണ്ടേ. നമ്മൾ നേരിട്ട് സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ? നീ തെരുവിളിക്കണ എന്തിനാ? പറയണ കേൾക്കണല്ലോ. നീ എന്തിനാ തെരുവിളിക്കണേ? കാരണം ബെസ്റ്റ്. എന്തായാലും ഈ അവസ്ഥയൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഈ സീനാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, 10th ആനിവേഴ്സറി ആഘോഷിക്കാൻ പോകുന്ന ടോക്കിയോ നഗറിന് ഒരു വെൽ ഓർഗനൈസ്ഡ് അസോസിയേഷൻ ഉണ്ടാക്കിയത് ഞാനാണ് എന്നത് ഒരു ഫാക്ട് ആണ്. നെക്ലസ് കള്ളി രാജിവെക്കണം. So I am happy that all of you are respecting me.